മലപ്പുറം ജില്ലയെ വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന സമസ്ത പ്രമേയം. 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറത്ത് പുതിയ ജില്ലാ രൂപീകരണം അത്യന്താപേക്ഷിതമാണ്. ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി ജില്ലാ പുനർനിർണയം നടത്തണമെന്നും പ്രമേയത്തിൽ പറയുന്നു. KV ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, പലപ്പോഴും പല കോണിൽ നിന്നും ഉയർന്നു കേട്ടിട്ടുള്ള ആവശ്യമാണ്. ഇപ്പോൾ സമസ്ത പ്രമേയം തന്നെ പാസാക്കിയിരിക്കുന്നു. എന്താണ് ഇതിൽ പറയുന്നത്? അതെ, കുടിയേൽ നടക്കുന്ന സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ കെ ഉമർ ഫൈസി മുക്കം മലപ്പുറം ജില്ലയെ വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രേണുക, ഇതിൽ പ്രധാനമായും പറയുന്നത് കേരളത്തിന്റെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും അതുപോലെ തന്നെ ഭരണനിർവഹണത്തിലെ വെല്ലുവിളികളെയും പരിഗണിച്ച് ജില്ലകളുടെ പുനർനിർണയം അനിവാര്യമായിരിക്കുകയാണ്. 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള വലിയ ജില്ലകളിൽ ഭരണയന്ത്രം കാര്യക്ഷമമായി ചലിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യുന്നതിനും പുതിയ ജില്ലാ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്നാണ് ഈ പ്രമേയം പറയുന്നത്. അതോടൊപ്പം ഭൂപ്രകൃതിയും യാത്രാക്ലേശവും കണക്കിലെടുത്ത് ഇടുക്കി, എറണാകുളം, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലും സമാന പ്രശ്നങ്ങളുണ്ടെന്ന് ഈ പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. ഇതിന് ഇവർ ഉദാഹരണമായി കാണിക്കുന്നത് 39 പാർലമെന്റ് മണ്ഡലങ്ങളുള്ള പരിധിയിൽ 38 ജില്ലകൾ നിലനിൽക്കുന്ന തമിഴ്നാടിനെയാണ്. കേരളത്തിന് ഈ ഒരു പ്രശ്നത്തിന് മാതൃകയാക്കാവുന്നതാണെന്ന് ഈ പ്രമേയം പറയുന്നു. ഏതായാലും പുതിയ ജില്ലകൾ വരുന്നതോടെ സിവിൽ സ്റ്റേഷനുകളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കുകയും പിന്നോക്ക പ്രദേശങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത് വേഗത കൂട്ടുകയും ചെയ്യുമെന്നാണ് ഈ പ്രമേയം പറയുന്നത്. രാഷ്ട്രീയ താൽപര്യങ്ങൾക്കപ്പുറം ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലകളുടെ പുനർനിർണയം യാഥാർത്ഥ്യമാക്കണമെന്നും ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒത്തൊരുമിച്ച് രംഗത്തിറങ്ങണമെന്നുമാണ് ഈ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിലെ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നത്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.